മഹാഗുരു ശരണം. ഇന്ന് ജൂൺ 12 രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇടുകയാണ്. ഇന്നൊരു ചെറിയ യാത്രയിലാണ്. വടക്കം പറവൂർ, ആലുവ, പെരുമ്പാവൂർ ആ യാത്രയിലാണ്. അപ്പോൾ അതൊന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ സങ്കല്പം ചെയ്തിട്ടിരുന്നു. അത് കഴിഞ്ഞ് വീഡിയോ ഫുള്ള് ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഏതൊരു കാര്യത്തിന് പുറകിലും എന്ത് സംഭവിച്ചാലും അതിന് പുറകിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. എനിക്കൊരു ഓർമ്മ വരുന്നത് എന്താണ്, ഓരോ വ്യക്തികൾ ഓരോ കാര്യത്തിൽ അവർ അപ്പോൾ കിട്ടുന്ന അനുഭവം വന്നിട്ട് വിഷമിക്കും. പക്ഷേ അത് കുറേ കഴിഞ്ഞ് ആലോചിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ പല പ്രാവശ്യം പല ഘട്ടങ്ങളിൽ വന്ന തിക്തം എന്ന് അപ്പോൾ തോന്നിയ അനുഭവങ്ങൾ, അത് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നു നെല്ലിക്കയുടെ, അതുപോലെയാണ്. പിന്നെ മധുരിക്കും. കാര്യം നമ്മളെ നന്നാക്കുന്ന, നമുക്ക് ശുഭകരം ആകാത്ത ഒരു കാര്യവും ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മളിൽ അനുഭവിപ്പിക്കുന്നില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ദൈവം എന്ന് പറയുന്ന ശക്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തകൾ ആ രീതിയിലാക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് തന്നെ പദം പറഞ്ഞ് അതിൽ തന്നെ ആലോചിച്ച് ആ ഫ്രീക്വൻസിയിൽ ഇരിക്കാണ്ടിരിക്കുക. ദയവ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗോഡ് ഈസ് ഗ്രേറ്റ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ചിന്താരീതികൾ മാറ്റിക്കഴിയുമ്പോൾ, മനസ്സ് മാറ്റിക്കഴിയുമ്പോൾ ശരീരം മാറും. മനസ്സും ശരീരവും മാറുമ്പോൾ നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങൾ മാറും. ആ അനുഭവങ്ങൾ വളരെ സന്തോഷകരവും സുഖകരവും നമുക്ക് സമൃദ്ധിയും ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം നൽകും. കുടുംബത്തിൽ നല്ല സന്തോഷം നൽകും, ഐക്യമത്യം നൽകും, സമാധാനം നൽകും. ദയവ് ചെയ്ത് പോസിറ്റീവായിരിക്കുക. ഈശ്വരനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൻ.